ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ കേവൽ ടൈംസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വന്നിരിക്കുന്ന പുതിയ GST പ്രകാരമുള്ള 15,000 രൂപയ്ക്ക് താഴെയുള്ള ഫോൺ 5 കിഡിലൻ ഫോൺസ് പരിചയപ്പെടുത്താനാണ്. അപ്പം പുതിയ വിലയൊക്കെ ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഫോണിൻ്റെ ഒക്കെ പ്രൈസൊക്കെ കൂടി, വിലയൊക്കെ കൂടി. അപ്പോൾ ഇപ്പോഴുള്ള 15,000 രൂപയ്ക്ക് താഴെയുള്ള ഏറ്റവും കിഡിലൻ ഫോൺസാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ വേറൊന്നും പറഞ്ഞ ടൈം ആളുന്നില്ല. എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നതായിരിക്കും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന 5 കിഡിലും 15,000 രൂപയ്ക്ക് താഴെയുള്ള ഫോൺസ് ആണ്. ഇത് പരിചയപ്പെടുത്താൻ കാരണം തന്നെ ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻസ് ഒക്കെ ആയതുകൊണ്ട് വില കൂടിയ കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. എന്തായാലും പുതിയ GSTയിൽ എല്ലാ ഫോണിൻ്റെയും വില കൂടിയിട്ടൊക്കെ ഉണ്ട്. എങ്കിലും നല്ല ഫോൺസ് ഇപ്പോഴും 15,000 രൂപയ്ക്ക് താഴെയുണ്ട്. അപ്പോൾ അത് പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്ന് വന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഫോണിലോട്ട് പോകാം. ആദ്യത്തെ ഫോണാണ് Redmi Note 7 Pro. ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നമുക്ക് നോക്കിയാൽ 6.3 ഇഞ്ചാണ് ഇതിൻ്റെ സ്ക്രീനിൻ്റെ വലിപ്പം. 6.3 ഇഞ്ചാണ്. ഫിംഗർ പ്രിന്റ് വരുന്നത് ബാക്കിലാണ്. 48 MB ഡ്യുവൽ ക്യാമറയാണ് നമുക്ക് ക്യാമറയിൽ കിട്ടുന്നത്. ബാക്ക് 13 MB ഫ്രണ്ട് ക്യാമറ കിട്ടുന്നുണ്ട്. 4000 mAh ബാറ്ററിയും 10 വോൾട്ട് ഫാസ്റ്റ് ചാർജിങ് കിട്ടുന്നുണ്ട്. എന്തായാലും ആ ഒരു പ്രൈസ് എത്ര വെച്ചാൽ 11,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. അപ്പോൾ ആ 11,000 രൂപയ്ക്ക് നല്ല സംഭവങ്ങളൊക്കെ എന്തായാലും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എങ്കിലും പലർക്കും ഇത് ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണങ്ങളുണ്ടാവും. കാരണം കുറേ ഫീച്ചേഴ്സൊക്കെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ കുറവായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഇതിൽ ഞാൻ പറയുന്നത് 5 എനിക്കിഷ്ടപ്പെട്ട ഫോണാണ്. ഇതിന് 15,000 രൂപയ്ക്ക് ഒരുപാട് ഫോൺസ് ഉണ്ട്. എങ്കിലും നല്ല മികവുകളുള്ള ഫോണുകളാണ് ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് ഞാൻ ഇതിൽ പറയുന്നില്ല. കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രം. ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല. ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പിന്നെ ഇവിടെ നിങ്ങൾ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. ഞാൻ അതിൻ്റെ നമുക്ക് ഏകദേശം ആവശ്യമുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ പറയാം. അടുത്ത ഫോണാണ് സാംസങ് ഗാലക്സി M21. ഇതൊരു നല്ല ഫോൺ തന്നെയാണ്. സാംസങ്ങിൻ്റെ ഫോണൊക്കെ എന്താ പറയുക, നല്ല പ്രൈസിലാണ് സാധാ ഫോണുകളൊക്കെ ഇറങ്ങാറ്. ഭയങ്കര വിലയായിരിക്കും മിക്ക ഫോൺസിനും. എങ്കിലും നമുക്കതിൻ്റെ കിഡിലെ സംഭവങ്ങളൊക്കെ കിട്ടാറുള്ളൂ. ഇതെന്തായാലും ആ റേഞ്ചിൽ കുറേ സംഭവങ്ങളൊക്കെ അവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 6.4 ഇഞ്ച് MOLED ഡിസ്പ്ലേ ആണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഒരു നല്ല ഡിസ്പ്ലേ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് ഇതിൽ. പിന്നെ ഫിംഗർ പ്രിന്റ് നോക്കിയാൽ ബാക്കിലാണ് വരുന്നത്. ബാക്ക് ഫിംഗർ പ്രിന്റ് തന്നെയാണ് വരുന്നത്. റാം നോക്കിയാൽ 4 GB കിട്ടുന്നുണ്ട്. റോം 64 GB കിട്ടുന്നുണ്ട്. എന്തായാലും നല്ലൊരു റോമും തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല സ്റ്റോറേജ് ഒക്കെ ഉള്ള ഒരു ഫോൺ തന്നെയാണ് ഇത്. 48 MB ട്രിപ്പിൾ ക്യാമറയാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് എന്തായാലും നല്ലൊരു ക്വാളിറ്റി ക്യാമറ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഫോണിൽ. പിന്നെ 16 MB ഫ്രണ്ട് ക്യാമറയാണ് നമുക്ക് കിട്ടുന്നത്. നല്ലൊരു ക്വാളിറ്റി ഫ്രണ്ട് ക്യാമറയും നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. 6000 mAh ബാറ്ററി കപ്പാസിറ്റി കിട്ടുന്നുണ്ട്. പിന്നെ 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും ആണ്. എന്തായാലും നല്ലൊരു ഫാസ്റ്റ് ചാർജിങ്ങും നല്ല ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഒരു ഫോൺ തന്നെയാണ്. എന്തായാലും 6000 mAh ബാറ്ററി ഒക്കെ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൊസസ്സർ നോക്കിയാൽ Exynos 9611 ആണ് ഇതിൻ്റെ പ്രൊസസ്സർ. നല്ലൊരു പ്രൊസസ്സർ ആണെന്ന് വിചാരിക്കാം. കാരണം ഈ സാംസങ് അവർ തന്നെ ഇറക്കുന്ന പ്രൊസസ്സറാണ്. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല. അപ്പോൾ നമുക്ക് അടുത്ത ഫോണിലോട്ട് പോകാം. അടുത്ത ഫോണിൻ്റെ പേരാണ് Realme 6. നമ്മൾ സാംസങ്ങിൻ്റെ പ്രൈസ് പറഞ്ഞില്ലെന്ന് തോന്നുന്നു. സാംസങ് ഗാലക്സി M21 ഇതിൻ്റെ പ്രൈസ് എത്ര വെച്ചാൽ 14,222 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. അപ്പോൾ നമുക്കിപ്പോൾ Realme 6നെ കുറിച്ച് പറയുന്നതിന് മുന്നേ നമുക്ക് മറ്റൊരു ഫോൺ പരിചയപ്പെടാം. ഇതിന് ശേഷം നമുക്കത് പരിചയപ്പെടാം. MI A3 നല്ലൊരു ഫോൺ തന്നെയാണ്. എന്തായാലും 6.08 ഇഞ്ച് ഡിസ്പ്ലേ ആണ് നമുക്ക് കിട്ടുന്നത്. MOLED ഡിസ്പ്ലേ ആണ് നമുക്ക് കിട്ടുന്നത്. എന്തായാലും നല്ലൊരു ഡിസ്പ്ലേ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഫിംഗർ പ്രിന്റ് നോക്കിയാൽ ഇൻ ഡിസ്പ്ലേ ആണ്. അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഫിംഗർ പ്രിന്റ് കിട്ടുന്ന ഒരു മോഡലാണ്. ബാക്കിലും സൈഡിലും ഒന്നല്ല, ഇൻ ഡിസ്പ്ലേ ആണ്. നമുക്ക് ഫോണിൻ്റെ സ്ക്രീൻ തന്നെ ടച്ച് ചെയ്ത് അൺലോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിംഗർ പ്രിന്റ് സിസ്റ്റം ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ റാമിൻ്റെ കാര്യം നോക്കിയാൽ 4 GB റാമും റോം 64 GB നമുക്ക് കിട്ടുന്നുണ്ട്. എന്തായാലും നല്ലൊരു റോമും നമുക്ക് കിട്ടുന്നുണ്ട്. എന്തായാലും 64 GB റാം എന്തായാലും നല്ലൊരു റാം തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്.
പിന്നെ ക്യാമറ നോക്കിയാൽ 48 MB ത്രിബിൾ ക്യാമറയാണ് നമുക്ക് കിട്ടുന്നത് ബാക്കിൽ. 48 MB ത്രിബിൾ ക്യാമറ, നല്ല പിക്ചർ ക്വാളിറ്റി ഉള്ള ഒരു ക്യാമറ തന്നെയായിരിക്കും. പിന്നെ ഫ്രണ്ട് ക്യാമറ നോക്കിയാൽ 32 MB നമുക്ക് കിട്ടുന്നുണ്ട്. എന്തായാലും നല്ലൊരു ഫ്രണ്ട് ക്യാമറ തന്നെ നമുക്ക് ഈ ഫോണിൽ കിട്ടുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 665 AI ആണ് നമുക്ക് കിട്ടുന്നത്. എന്തായാലും നല്ലൊരു പ്രോസസ്സർ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ബാറ്ററി നോക്കിയാൽ 4000 mAh ബാറ്ററി കപ്പാസിറ്റിയും 10 വോൾട്ട് ഫാസ്റ്റ് ചാർജിങ് നമുക്ക് കിട്ടുന്നുണ്ട്. എന്തായാലും നല്ലൊരു ബാറ്ററി കപ്പാസിറ്റിയും ഫാസ്റ്റ് ചാർജ് നമുക്ക് കിട്ടുന്നുണ്ട്. ഫാസ്റ്റ് ചാർജ് കുറച്ച് കുറവാണ്, 10 വോൾട്ടിൻ്റെ ഫാസ്റ്റ് ചാർജേ ഇല്ലൂ. എങ്കിലും ഇതിൻ്റെ പ്രൈസ് എത്ര വെച്ചാൽ 13,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ആ പ്രൈസിൽ ഏകദേശം നല്ല സംഭവങ്ങളൊക്കെ ഇതിൽ അവർ കൊടുത്തിട്ടുണ്ട്, എല്ലാ സംഭവങ്ങളും അവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു നല്ല ഫോൺ തന്നെയാണ്. ആ ഒരു പ്രൈസിൽ 13,000 രൂപക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്ന ഒരു നല്ല ഫോൺ തന്നെയാണ്. അപ്പം നമ്മൾ അടുത്തായി പരിചയപ്പെടാൻ പോകുന്ന റെഡ്മി നോട്ട് 9 Pro ആണ് അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഫോണ്. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞെടുത്ത് വെച്ച റിയൽമി 6ൻ്റെ കാര്യം അത് ഞാൻ അവസാനമായിട്ട് പറയാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്, പെട്ടെന്ന് പറഞ്ഞു പോയതാണ്. അപ്പോൾ നമുക്ക് റെഡ്മി നോട്ട് 9 Proൻ്റെ കാര്യം നോക്കാം. 6.67 ഇഞ്ച് LCD ഡിസ്പ്ലേ ആണ് നമുക്ക് കിട്ടുന്നത്. അതും ഫുൾ HD+. പിന്നെ കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. എന്തായാലും നല്ലൊരു ഗ്ലാസ് തന്നെയാണ്, പെട്ടെന്നൊന്നും വീണാൽ പൊട്ടാത്ത തരത്തിലുള്ള നല്ലൊരു ഗ്ലാസ് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ഫിംഗർ പ്രിന്റ് നോക്കിയാൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് ആണ്. ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ മുന്നേ വീഡിയോയിലൊക്കെ പറഞ്ഞായിരുന്നു. എന്തായാലും നല്ലൊരു ഫിംഗർ പ്രിന്റ് സെറ്റപ്പ് തന്നെയാണ്. അത് നമ്മുടെ സൈഡിൽ ഫിംഗർ പ്രിന്റ് വരുന്ന ഒരു മോഡല്. പിന്നെ റാമും റോമൊക്കെ നോക്കിയാൽ റാം 4 GB നമുക്ക് റാം കിട്ടുന്നുണ്ട്. പിന്നെ 64 GB റോമും കിട്ടുന്നുണ്ട്. എന്തായാലും നല്ല സ്റ്റോറേജ് ഒക്കെ കിട്ടുന്ന ഫോൺ തന്നെയാണ്. പിന്നെ ക്യാമറ നോക്കിയാൽ 48 MB ക്വാഡ് ക്യാമറ ആണ് നമുക്ക് കിട്ടുന്നത്. സ്ക്വയർ ഷേപ്പിലുള്ള ക്യാമറ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ 16 MB സെൽഫി ക്യാമറ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് എത്ര വെച്ചാൽ 14,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. 14,000 രൂപയ്ക്ക് നല്ലൊരു സെറ്റപ്പ് ഒക്കെ കിട്ടുന്ന ഫോണാണ്. ഒരുപാട് ഫീച്ചേഴ്സൊക്കെ ഉള്ള ഒരു നല്ല ഫോൺ തന്നെയാണ്. ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേറെ എവിടെയും നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും ഒരു നല്ല ഫോൺ തന്നെയാണ്. അപ്പോൾ ഞാൻ ഏറ്റവും അവസാനമായിട്ട് എടുത്തു വെച്ചത് റിയൽമി 6 ആണ്. ഇത് ഏറ്റവും അവസാനം പറയാൻ തന്നെ കാരണമുണ്ട്. ഏറ്റവും നല്ല എന്താ പറയുക പ്രോസസ്സർ നമുക്ക് കിട്ടുന്നത് ഈ ഫോണിലാണ്. 15,000 രൂപയ്ക്ക് താഴെയിൽ ഏറ്റവും നല്ല പ്രോസസ്സർ നമുക്ക് കിട്ടുന്ന ഈ ഫോണിലാണ്. ഏറ്റവും കിടിലൻ ഗെയിമിംഗ് പ്രോസസ്സറാണ് നമുക്കിതിൽ കിട്ടുന്നത്. ഇതിന് മുന്നേ ഉണ്ടായത് റെഡ്മി നോട്ട് 8 Pro ആയിരുന്നു. അതിപ്പോൾ GST കാരണം വില കൂടി 16,000 രൂപ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ഈ 15,000 താഴെയുള്ള ഫോണിൽ നമുക്ക് അത് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ 15,000 രൂപയ്ക്ക് താഴെയുള്ള ഏറ്റവും നല്ല ഗെയിമിംഗ് പ്രോസസ്സർ ഫോണാണ് ഈ റിയൽമി 6. എന്തായാലും ഒരു നല്ല ഫോൺ തന്നെയാണ്. MediaTek Helio G90T ആണ് ഇതിൻ്റെ പ്രോസസ്സർ നമുക്ക് കിട്ടുന്നത്. എന്തായാലും നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്. കിഡിലെ എഫിഷ്യൻസി ഒക്കെ ഉള്ള നല്ലൊരു പ്രോസസ്സറാണ് ഇതിൽ കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ ചെറിയൊരു പ്രോബ്ലം എന്താ വെച്ചാൽ ഓവർ ഹീറ്റിംഗ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് ഗെയിമൊക്കെ കളിക്കുമ്പോൾ ഓവർ ഹീറ്റിംഗ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമുക്കിപ്പോൾ PUBG ഒക്കെ അൾട്രാ സ്മൂത്തിൽ വരെ ഇട്ട് കളിക്കാൻ പറ്റും ഈ ഫോണിൽ, ഒരു കുഴപ്പമില്ലാതെ. ബട്ട് ഓവർ ഹീറ്റിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വെറുതെ വെക്കുമ്പോഴൊന്നുമല്ല, ഓവറായിട്ട് ഗെയിം കളിക്കുമ്പോൾ തന്നെയാണ് ഈ ഹീറ്റിംഗ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതൽ. കാരണം മുന്നേ ഉണ്ടായ റെഡ്മി നോട്ട് 8 Pro ഒക്കെ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അത് അത്ര പെട്ടെന്ന് എന്താ പറയുക ഹീറ്റ് ആവത്തില്ല. അതുകൊണ്ട് അതൊരു കിഡിലും ഫോൺ തന്നെയാണ്. അതിപ്പം പക്ഷെ നമുക്ക് ഈ സെക്ഷനിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. അത് വേറെ പറയണമെന്ന് താല്പര്യമുള്ളവർക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ഞാൻ അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ പരിചയപ്പെടുന്നത് റിയൽമി 6 ആണ്. ഇപ്പോൾ 15,000 രൂപയ്ക്ക് താഴെയുള്ള ഏറ്റവും നല്ല ഗെയിമിംഗ് പ്രോസസ്സർ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ഫോണാണിത്. ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇതിൻ്റെ സ്ക്രീനിനെ കുറിച്ച് നോക്കിയാൽ 6.57 ഇഞ്ച് LCD ഡിസ്പ്ലേ ആണ്. പിന്നെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് എന്തായാലും ഏത് ഗെയിം ആയാലും നല്ല HD തന്നെ നമുക്ക് കളിക്കാൻ പറ്റും. പിന്നെ 90 Hz റിഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. എന്തായാലും ഈ ഒരു പ്രൈസിൽ നമുക്ക് 90 Hz റിഫ്രഷ് റേറ്റ് കിട്ടുന്ന ഒരു നല്ല ഫോൺ തന്നെയാണ് ഈ റിയൽമി 6. ക്യാമറ നോക്കിയാൽ 64 MB ക്വാഡ് ക്യാമറ ആണ് നമുക്ക് കിട്ടുന്ന ബാക്കിൽ. അതുകൊണ്ട് എന്തായാലും ഒരു നല്ല ക്യാമറയും കിട്ടുന്നുണ്ട്. നല്ല പിക്ചർ ക്വാളിറ്റിയുള്ള ഒരു ബാക്ക് ക്യാമറ നമുക്ക് ഇതിൻ്റെ ഒപ്പം കിട്ടുന്നുണ്ട്. പിന്നെ ഫിംഗർ പ്രിന്റ് നോക്കിയാൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് ആണ്. നല്ല എന്തായാലും സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് ആയതുകൊണ്ട് തന്നെ ഒരു കിടിലൻ സംഭവം തന്നെയാണ്. ബാറ്ററി നോക്കിയാൽ 4300 mAh ബാറ്ററി കിട്ടുന്നുണ്ട്. പിന്നെ 30 വാട്ട് ഫാസ്റ്റ് ചാർജ് നമുക്ക് കിട്ടുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ പ്രൈസ് എത്ര വെച്ചാൽ
14,000 രൂപയാണ്. ഈ പ്രൈസിൽ ഒരു നല്ല ഫോൺ തന്നെയാണ് ഈ റിയൽമി 6 എന്ന് പറയുന്നത്. കാരണം പുതിയ GST ഒക്കെ വന്ന ശേഷം 14,000 രൂപക്കുള്ള ഏറ്റവും നല്ല ഫോൺ എന്ന് എനിക്ക് പറയാൻ പറ്റുമോ അറിയില്ല, എങ്കിലും നല്ല സംഭവങ്ങൾ കിട്ടുന്ന ഒരു കിടിലൻ ഫോൺ തന്നെയാണിത്. ഒരുപാട് സെറ്റപ്പ് ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ നല്ലൊരു ഗെയിമിംഗ് ഫോൺ തന്നെയാണ്. പബ്ജി ആയാലും ഏത് ഗെയിം ആയാലും നമുക്ക് സ്മൂത്തായി കളിക്കാൻ പറ്റും. അപ്പം ഞാനിന്നും പരിചയപ്പെടുത്തിയത് കിഡിലെ 5 ഫോൺസ് ആണ്. 15,000 രൂപക്ക് താഴെയുള്ള കിഡിലൻ 5 ഫോൺസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഫോൺസും എൻ്റെ വീഡിയോയും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. എൻ്റെ ചാനൽ തുടർന്ന് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നതായിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.